യൂസ് ചെയ്യുന്ന ഷാമ്പു ആയിക്കോട്ടെ കണ്ടീഷണർ ആയിക്കോട്ടെ ഇത് രണ്ടും വന്നിട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കളർ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇനി ഹെയർ കളർ ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും കാണാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം ഹെയർ കെയർ ടിപ്സ് ആണ് പറയുന്നത്. ഇത് ഹെയർ കളർ ചെയ്യാത്ത ആൾക്കാരും നിങ്ങൾ ഈ ടിപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഹെയർ കളർ ചെയ്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരേക്കും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ്, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഹെയർ കളർ ചെയ്ത്, അതായത് ഇപ്പം ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹെയർ കളർ ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കുറച്ച് ലോങ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറിൽ ആ കളർ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ എല്ലാവരും ഹെയർ കളർ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു മിനിമം 3 days കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഹെയർ എന്ത് ചെയ്യാവുള്ളൂ, വാഷ് ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും സിറം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അതിൻ്റെ ഇടയിൽ വന്നിട്ട്. പക്ഷേ ഒരു 3 days കഴിഞ്ഞ്, ആഫ്റ്റർ 3 days കഴിഞ്ഞ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ ഹെയർ വന്നിട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ കളർ ചെയ്തിരിക്കുന്ന ഹെയർ കളർ വന്നിട്ട് ചിലപ്പം പെട്ടെന്ന് തന്നെ ഫെയ്ഡായിട്ട് പോകാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്നത്, അതായത് ഹെയർ കളർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പം ഫസ്റ്റ് ഹെയർ വാഷ് വന്നിട്ട് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പനി കാര്യങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെ പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നവരാണെങ്കിൽ നോർമൽ യൂസ് ചെയ്യുന്ന വാട്ടറിൽ നിങ്ങൾ വാഷ് ചെയ്താൽ മതി. അല്ലാത്ത കേസിലുള്ള ആൾക്കാർക്ക് വന്നിട്ട് കോൾഡ് വാട്ടറിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നിങ്ങൾ ഫസ്റ്റ് വാഷിൽ ഹെയർ കളർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ഫസ്റ്റ് വാഷ് ആണെന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് കോൾഡ് വാട്ടറിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഹെയർ കളർ വന്നിട്ട് ലാസ്റ്റ് ചെയ്യാനായിട്ട് അത് നല്ലതാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന, അതായത് ഹെയർ കളർ ചെയ്തതിന് ശേഷം വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടിപ്പ് നമ്പർ 3 ആണ് കേട്ടോ ഇത്. യൂസ് ചെയ്യുന്ന ഷാമ്പു ആയിക്കോട്ടെ കണ്ടീഷണർ ആയിക്കോട്ടെ ഇത് രണ്ടും വന്നിട്ട് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു കണ്ടീഷണർ വന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുന്ന ആൾക്കാർ, എന്തായാലും നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് മസ്റ്റായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. കാര്യം നമ്മൾ ഹെയർ കളർ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഡ്രൈ ആയി പോകും. അപ്പം നമ്മുടെ സ്കാൽപ്പും എല്ലാം നമ്മുടെ ഹെയർ ഫുൾ ഡ്രൈ ആകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെയർ ഡാമേജ് ആകും. സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഒത്തിരി സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഹെയർ പൊട്ടി പോകാനും പിന്നെ ഈ ചകിരി പോലെയൊക്കെ ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യും. നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഹെയറിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഓയിൽ അപ്ലൈ ചെയ്യുക. ഇപ്പം അതായത് ഹെയർ കളർ ചെയ്ത ആൾക്കാർ വന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നത്. കാരണം കുറേ ആൾക്കാരുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കളർ വന്നിട്ട് ഫെയ്ഡായി പോകും എന്നൊക്കെ ഓർത്തിട്ട് ഹെയർ കളർ ചെയ്ത ആൾക്കാർ വന്നിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്യണം. ഓയിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിക്ക് നമ്മുടെ ഹെയർ വന്നിട്ട് ഡ്രൈ ആയി പോകും. സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഹെയർ വന്ന് ഡാമേജ് ആകും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കരുത്. നല്ല രീതിക്ക് വീക്ക്ലി ഒരു 3 ടൈമെങ്കിലും, ഒരു 3 ടൈംസ് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് നിങ്ങളൊരു വീക്ക്ലി 3 ടൈംസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വന്നിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുമ്പം ഷാമ്പൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടീഷണർ യൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുക. കാര്യം നമ്മൾ ഓൾറെഡി കെമിക്കൽ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹെയറിൽ ഈ ഹെയർ കളർ ചെയ്യുമ്പോൾ ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്ന കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ കണ്ടീഷണർ നിങ്ങൾ വാങ്ങിക്കുക. അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ വീക്ക്ലി 3 ടൈംസ് വന്നിട്ട് നമ്മുടെ ഹെയർ വന്നിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതിയാകും. ഒത്തിരി തവണ വന്നിട്ട്, അതായത് ഡെയിലി വന്നിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചില ആൾക്കാർ, അതിപ്പം ഹെയർ കളർ ചെയ്തവരായിക്കോട്ടെ കളർ ചെയ്യാത്തവരായിക്കോട്ടെ, നമ്മുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഡെയിലി വന്നിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ടൈമിൽ വന്നിട്ട് നല്ല രീതിക്ക് ഹെയർ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഒന്ന് മസാജ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തതിന്, അതായത് ഒരു ലൈറ്റായിട്ട് നമ്മുടെ ഹെയർ ഇങ്ങനെ ഇവിടം തൊട്ട് ഇവിടെ ഫുള്ളായിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഒന്ന് നല്ല രീതിക്കുള്ളൊരു ലൈറ്റായിട്ടുള്ളൊരു മസാജും കാര്യങ്ങളും നമ്മുടെ
നഖം ഒരിക്കലും യൂസ് ചെയ്ത് നമ്മുടെ ഈ ഭാഗം യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അതിന് ശേഷം വന്നിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞോളൂ. ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തോളൂ. അതിനുശേഷം കണ്ടീഷണർ യൂസ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏത് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഡൗട്ടുള്ളവരുണ്ടാകും ഹെയർ കളർ ചെയ്തതിന് ശേഷം. അപ്പം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിലവിൽ അതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാം. പിന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആവണക്കെണ്ണ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഹെയർ ഗ്രോത്തിന് അടിപൊളിയാണ്. നല്ല രീതിക്ക് നിങ്ങളുടെ ഹെയർ തിക്കായിട്ട് വരാനും ബേബി ഹെയർസ് വരാനും അതുപോലെ ഹെയർ നല്ല ലെങ്തിൽ വളരാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരു ടിപ്പാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വന്നിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ലിങ്ക് വന്നിട്ട് ഞാൻ താഴെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ മേളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. കാണേണ്ടവർക്ക് കയറി കണ്ടു നോക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതൊന്നുമില്ല, കോക്കനട്ട് ഓയിലും വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടിയാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കണം, ഏത് രീതിക്കൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ളതായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ വീഡിയോ ലെങ്തൊക്കെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടവർ ആ വീഡിയോയിൽ പോയി കണ്ടിട്ട് വരിക. താഴെ വന്നിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ഫൈനൽ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വീക്ക്ലി വൺസ് എങ്കിലും, കുറഞ്ഞത് മിനിമം വന്നിട്ട് വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ 2 ടൈംസ് ചെയ്താൽ അത്രയും നല്ലത്. ഏതെങ്കിലും ഡേയ്സിലായിട്ട്, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെന്ന് വെച്ചാൽ ഒരു 4-5 ദിവസം ഇടവിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു 4 ദിവസം ഇടവിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു 3 ദിവസം ഇടവിട്ട് ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് നിങ്ങൾ ഹെയർ കളർ ചെയ്ത ആൾക്കാർ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ഇനിയിപ്പം 2 പ്രാവശ്യമൊന്നും ചെയ്യാൻ പറ്റിയില്ല, ടൈം കിട്ടാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടൈമെങ്കിലും, അതായത് വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. കാര്യം നമ്മൾ ഹെയറിന് നല്ല രീതിക്ക് കെയർ കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഡാമേജ് ആയി പോവും. ഹെയർ ഇങ്ങനെ ചകിരി പോലെ ആയി പോയിട്ടുണ്ടാവും. കാര്യം ഞാൻ ഹെയർ കളർ ചെയ്ത ഒരാളാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഹെയർ കളർ ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം ഹെയർ കെയർ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹെയർ മാസ്ക് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പണിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. കാര്യം എൻ്റെ ഹെയർ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചകിരി പോലായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ഹെയർ കാണുമ്പോൾ അറിയാം. ഞാനിപ്പോൾ അതാ കുളിച്ചിട്ട് വന്നിട്ട് നേരെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഹെയർ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല തിക്കായിട്ടുള്ള ഒരു ഹെയർ തന്നെയാണ് എനിക്ക്. പക്ഷേ എൻ്റെ ഹെയർ മാറ്റി നല്ല രീതിക്ക് ഹെയർ കളർ ചെയ്തിട്ട് ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഹെയർ കളർ ചെയ്തിട്ട് ഒരു ചകിരി, അതായത് 3 മാസമൊന്നും കുഴപ്പമില്ല, ഒരു 4ാമത്തെ മാസം തൊട്ട് നല്ല രീതിക്ക്, ഒരു 3ാമത്തെ മാസം തൊട്ടെന്ന് പറയാം, നല്ല രീതിക്ക് ഹെയർ വന്നിട്ട് ചകിരി പോലെ ആയി, നല്ല രീതിക്ക് ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെല്ലാം എടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ ആകാതിരിക്കട്ടെ ആർക്കും. ഞാനത് കഴിഞ്ഞ് ആ ഹെയർ കളർ ചെയ്തതുകൊണ്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തു. അവസാനം ഇപ്പം ഇത്രയാണ് ഹെയർ ഉള്ളത്. നല്ല ഹെയർ ഉണ്ടായിരുന്നു, ഹെയർ ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതെനിക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വട്ടാണ്. ഹെയർ കട്ടിങ്ങും ഹെയർ വളർത്തും. പിന്നെ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചില സമയത്ത് വളർത്തുന്നതൊന്നും ഞാൻ വളർത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നെ നിങ്ങൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.